അയ്യപ്പനെ നയിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയ്യപ്പൻ പറയുന്നു, വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ വെച്ച് ഹിന്ദുമതത്തിന് വാർണിഷിട്ട് കാണിച്ചപ്പോൾ ആ വാർണിഷിനകത്തുള്ള ജാതി വ്യത്യാസക്കറ കണ്ടിരുന്നെങ്കിൽ അന്ന് ആരെങ്കിലും ഹിന്ദുമതത്തെ സ്തുതിക്കുമായിരുന്നോ എന്ന് ആലോചിച്ചു നോക്കുക. അയ്യപ്പൻ പറഞ്ഞ വാക്ക്. ഇന്ന് എല്ലാവരും വിവേകാനന്ദൻ്റെ ഭക്തന്മാരാണ്. വിവേകാനന്ദൻ വലിയ വിപ്ലവകാരിയാണെന്നും നവോത്ഥാനത്തിൻ്റെ വിപ്ലവാത്മകമായ തേജസ്സാണ് വിവേകാനന്ദനെന്നും നമ്മുടെ പുരോഗമനകാരികൾ തന്നെ പ്രബന്ധം ചമയ്ക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, വളരെ ആഴത്തിൽ വളരെ നേരത്തെ തന്നെ ബ്രാഹ്മണ്യവാദികളുടെ കാപട്യം, അവരുടെ ഉള്ളിലെ പൂന്താനം നമ്പൂതിരിമാരെ അയ്യപ്പൻ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അയ്യപ്പൻ അങ്ങനെ പറയാൻ കാരണം കൂടിയുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. വിവേകാനന്ദൻ ഒരുവൻ്റെ ജാതി നിർണയിതമായ കർത്തവ്യങ്ങൾ അഥവാ വർണ്ണാശ്രമ ധർമ്മം, ഒരുവൻ്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളായി നിർണയിതമായ കർത്തവ്യങ്ങൾ അഥവാ ആശ്രമധർമ്മം എന്നിവയിൽ ദൃഢമായി വിശ്വസിച്ചിരുന്നു എന്ന് അയ്യപ്പൻ മനസ്സിലാക്കിയിരുന്നു. വിവേകാനന്ദൻ ആര്യൻ ദേശീയവാദത്തിലാണ് വിശ്വസിച്ചിരുന്നത്. വടക്ക് ഭാഗത്താണ് ആര്യന്മാർ ജീവിച്ചത് എന്നും അവർക്ക് ഊഷ്മളവും കാവ്യാത്മകവുമായൊരു പ്രകൃതമുണ്ടായിരുന്നുവെന്നും സ്വാഭാവികമായും ആര്യൻ കലർപ്പില്ലാത്തവനും ലൈംഗിക വിഭജന മനോഭാവം ഇല്ലാത്തവനുമായിരുന്നുവെന്നും വിവേകാനന്ദൻ എഴുതുന്നു. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8ാം വോള്യം 28ാമത്തെ പേജ്. ഒറ്റപ്പെട്ട് ജീവിച്ചതിനാൽ അതിമാനുഷ്യരുടേതായി രഹസ്യ ആര്യൻ ഗോത്രം എങ്ങനെ അതിജീവിച്ചു എന്നത് ആധുനിക കാലത്തെ മനുഷ്യർക്ക് ആർക്കും അറിയില്ല. മിഷനറിമാർ അവരെ കണ്ടെത്തിയില്ല. അടുത്ത വാചകം, മുസ്ലിം സ്വാധീനങ്ങൾ അവർക്കേശിയില്ല. ആർക്ക്? ആര്യന്മാർക്ക് മുസ്ലിം സ്വാധീനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഇത് പറയുന്ന ആരാണ്? വിവേകാനന്ദൻ. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 3ാം വോള്യം 506ാമത്തെ പേജ്. വലിയ വിപ്ലവകാരി, പുരോഗമനകാരി, മതസാഹോദര്യത്തിൻ്റെ വക്താവ് അദ്ദേഹം പറയുന്നതാണ് വിവേകാനന്ദൻ. അതെ, യൂത്ത് ഐക്കൺ. മുസ്ലിം സ്വാധീനം അവർക്ക് ഏശിയില്ല. നാഗരികതയുടെ അർത്ഥം വേദങ്ങൾ പിൻപറ്റുക എന്നതാണ്. വാസ്തവത്തിൽ വേദങ്ങൾക്കനുസൃതമായി ഗർഭം ധരിക്കപ്പെട്ടവനും ജനിച്ചവനുമാണ് ആര്യൻ. തനി ബ്രാഹ്മണ്യ ദേശീയവാദമാണ് വിവേകാനന്ദൻ മുന്നോട്ട് വെച്ചത്. രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു. നീഗ്രോകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷേ പ്രകൃതി അതിന് അനുവദിക്കുകയില്ല. ഇവിടെ മിശ്രവിവാഹത്തിന് വേണ്ടി വലിയ രീതിയിൽ പോരാട്ടം നടത്തിയ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ വേറൊരിടത്തിരുന്ന് വേറൊരാൾ പറയുകയാണ്, വിവേകാനന്ദൻ പറഞ്ഞ എന്താണ്? രക്തപാരമ്പര്യത്തിൻ്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു. മനുഷ്യർക്കിടയിൽ സാഹോദര്യം വേണമെങ്കിൽ പന്തിഭോജനവും അന്യോന്യം വിവാഹവുമാണ് വേണ്ടതെന്ന് നാരായണ ഗുരുസ്വാമിയും അദ്ദേഹത്തിൻ്റെ നേർശിഷ്യനായ സഹോദരൻ അയ്യപ്പനും പറയുമ്പോൾ, ബ്രാഹ്മണ്യത്തിന് വേണ്ടി അങ്ങേയറ്റം വരെ പോയി ജാതി നിലനിൽക്കുകയാണ് വേണ്ടതെന്ന് വാദിക്കുകയാണ് വിവേകാനന്ദൻ ചെയ്തത്. കഴിഞ്ഞില്ല. മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാതി. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 4ാം വോള്യം 299ാമത്തെ പേജ്. സംശയമുണ്ട്, വീട്ടിൽ പോയി ഒന്ന് നോക്കിയാൽ മതി. ഉത്കൃഷ്ടമായ ശക്തിയുള്ള ഒരു വംശത്തെ രൂപീകരിക്കാൻ ആവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ വർണ്ണ ഉറപ്പ് നൽകി. ഒരു വാചകം കൂടെ ശ്രദ്ധിക്കണം. ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഇന്ത്യയിൽ ബ്രാഹ്മണ്യം രൂപീകരിക്കപ്പെട്ടതോടുകൂടി ഇന്ത്യയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ഹിന്ദു ചട്ടക്കൂടിൽ നിന്നും പുറത്തു പോകുന്ന ഏതൊരാളും താഴെ തലത്തിലുള്ളവർ മാത്രമല്ല, അതിൽ കൂടുതലായി ഒരു ശത്രുവുമാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു. ഷംസുൽ ഇസ്ലാം പറയുന്നുണ്ട്, 1997-98 ഗുജറാത്തിൽ ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടപ്പോഴും പിന്നീട് 2002 അവിടുത്തെ നരവംശഹത്യയ്ക്ക് വേദിയൊരുക്കാനായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വിദ്വേഷമിളക്കിവിടാൻ ലഘുലേഖകളിലും ബിൽ ബോർഡുകളിലും ഹിന്ദുത്വ ശക്തികൾ ഈ പ്രസ്താവന ഉപയോഗപ്പെടുത്തിയെന്ന് ഷംസുൽ ഇസ്ലാം നിരീക്ഷിക്കുന്നുണ്ട്. സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ഇന്ന് വേദാന്ത ബ്രാഹ്മണ്യം ഉയർത്തിപ്പിടിക്കുന്ന വിവേകാനന്ദനെ പോലെയുള്ള ആളുകളെ വളരെ ആഴത്തിൽ വളരെ നേരത്തെ തന്നെ
തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഗാന്ധിയൻ ബ്രാഹ്മണ്യത്തെ നിശിതമായി തുറന്നു കാട്ടുകയും ഈ ബ്രാഹ്മണ്യത്തിൻ്റെ പാദം നക്കുന്ന ആ അവസ്ഥയെപ്പറ്റി അയ്യപ്പൻ ഗാന്ധി സന്ദേശം എന്ന് പറയുന്ന കവിതയിൽ എഴുതുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഡോക്ടർ BR അംബേദ്കറെ പോലെ സമശീർഷനായ സമുന്നതനായ വ്യക്തിത്വമാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.